ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ കാണിക്കുന്നത് സാലഡ് കുക്കുംബർ അല്ലെങ്കിൽ സാലഡ് വെള്ളരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലെമണേഡിൻ്റെ റെസിപ്പിയാണ്. ഈ സാലഡ് കുക്കുംബർ കൊണ്ട് അടിപൊളി ഒരു കുക്കുംബർ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. നല്ല വൈറ്റ് കളറിൽ തിക്കായിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആയിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ആ ഒരു കുക്കുംബർ മിൽക്ക് ഷേക്കിന്. അതേപോലെ തന്നെയാണ് ഇതും. നല്ല ഗ്രീൻ കളറിൽ നല്ല ലൈം ജ്യൂസിൻ്റെ ഒരു ഫോമിലുള്ള ജ്യൂസാണിത്. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അത് കണ്ടിട്ട് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയും കുറച്ച് പുതിനയിലയും വേണം. അപ്പോൾ പുതിനയുടെ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ മിൻറ്റിൻ്റെ ഫ്ലേവർ എത്ര വേണോ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈ കുക്കുംബർ നമ്മൾ തൊലിയോട് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രീൻ കളർ ഉണ്ടാകും. പിന്നെ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന കുക്കുംബർ ആയതുകൊണ്ട് തൊലി ചെത്തി കളഞ്ഞു എന്നേ ഉള്ളൂ. നല്ലപോലെ വാഷ് ചെയ്തിട്ട് തൊലിയോട് കൂടി വേണമെങ്കിൽ എടുക്കാം. പിന്നെ പുതിനേര ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. അപ്പോൾ കുരു ഇല്ലാതെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ നാരങ്ങ ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. പുളിപ്പും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കിയാലും ഒരു നുള്ളു ഉപ്പിടുന്നത് നല്ലതാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, അത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ജ്യൂസിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി ഐസ് ക്യൂബ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെർവിങ് ഗ്ലാസ്സിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ഇനി അതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ കുരുവോട് കൂടിയാണ് കുക്കുംബർ ഇട്ട് അടിച്ചത്. അതേപോലെ പുതിനയിലയും തണ്ടോട് കൂടി തന്നെയായിരുന്നു ഇട്ട് അടിച്ചത്. അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ കൂളിംഗ് കുക്കുംബർ മിൻറ്റ് ലെമണേഡ് റെഡിയാകും. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിൽ നമ്മൾ ഐസ് ക്യൂബ് ഇടുമ്പോൾ നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് അതനുസരിച്ചിട്ട് പുളിപ്പും മധുരവും കണക്കാക്കി മാത്രമേ വെള്ളം ചേർക്കാവൂ. കാരണം ഈ ഐസ് ക്യൂബ് ഇടുമ്പോൾ അത് മെൽറ്റായിട്ടുള്ള വെള്ളം കൂടി ഇറങ്ങുമ്പോൾ ജ്യൂസിൻ്റെ പുളിപ്പും മധുരവും കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് കണക്കാക്കിയിട്ട് മാത്രം ആദ്യം വെള്ളം ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഐസ് ക്യൂബ് ഇടരുത്. അപ്പോൾ ഈ ഒരു സൂപ്പർ കൂളിംഗ് ആയിട്ടുള്ള ലെമണേഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.